കിച്ചു അങ്ങോട്ടൊന്ന് നോക്കിയേ. ഹായ് ഹായ്. ഒരു സെലിബ്രിറ്റിയാണ് കാറ് വാങ്ങുന്നത്. എന്താണ് പറയാനുള്ളത്? 5 വർഷമായി ഞാൻ ഈ ഒരു ഫീൽഡില്. പക്ഷെ ഇത്രയും സന്തോഷമുള്ള ഒരു ദിവസം ആദ്യമായിട്ടാണ്. ഇത്രയും നല്ലൊരു ഇപ്പൊ കേരളത്തിൽ കത്തി നിൽക്കുന്ന ഒരു സെലിബ്രിറ്റിക്ക് നമുക്കൊരു വാഹനം കൈമാറാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷമുള്ള നിമിഷമാണ് ജീവിതത്തില്. ഇവിടെ വന്നു നമ്മളെല്ലാരും കൂടെ രേണു കാറിന്റെ തുളി പൊക്കാൻ പോവാണ്. എനിക്ക് വൈകിട്ട് കോഴിക്കോട് പോകണം. ഞാൻ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ബസ്സിന് പോകുന്നുണ്ട്. നാളെ ഇനോഗ്രേഷൻ എടുക്കും. അതെനിക്കറിയാം. അങ്ങനൊന്നും ഇല്ല. ഒന്നും പ്ലാനിങ് ഒന്നും അല്ല. എന്തായാലും മക്കൾക്ക് വേണ്ടിട്ട് മേടിച്ചല്ലേ, അവരുടെ സന്തോഷം. എനിക്ക് തിരക്കല്ലേ. ഞാൻ ഇന്ന് വൈകിട്ട് കോഴിക്കോട് പോകും. നാളെ ഇനോഗ്രേഷൻ ഉണ്ട്. അത് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പ്രാർത്ഥനയോടുകൂടി എങ്ങനെ എടുക്കുന്നത്? അല്ല, കൈ കൊണ്ടാന്നറിയാതെ എങ്ങനെ എടുക്കുന്നത് ചോദിച്ചത്. അമ്മയ്ക്കൊന്ന് കൊടുക്കാനോ? ഇനി അവനെ കൊണ്ട് തല്ലിച്ചിട്ടാണോ? അമ്മയ്ക്ക് കൊടുക്കോ? എടുക്കാൻ തരാൻ ഞങ്ങൾക്ക് സാധിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കത് മേടിക്കാൻ പറ്റി. നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് നല്ല വിശ്വസ്തതയുണ്ട്. അത് കാത്തു സൂക്ഷിക്കുന്ന അറിയാം. ഭയങ്കര ഹാപ്പിയാണ്. സന്തോഷം. ഹാപ്പിയല്ലേ? ഷിഫ്റ്റ് എടുത്ത ഷിഫ്റ്റ് അത് പിന്നെ പറയാം. പിന്നെ BMW ഒന്നും എടുക്കത്തില്ല. ഇപ്പൊ എടുക്കത്തില്ല. കൊള്ളത്തില്ലെന്നല്ല, എടുക്കുന്നില്ല. എന്തിനാ? എനിക്ക് ഡ്രൈവിംഗ് അറിയാത്ത. ഞാൻ മോനെ ചൂടാ മോനെ. അതിനകത്ത് ചുമ്മാ കയറി സൈഡിൽ കൂടെ അപ്പുറ സൈഡ് അല്ല കേറിയിരുന്നോ? എനിക്ക് അറിയത്തില്ല. കിച്ചു ആ സൈഡ് വാ. കിച്ചു ആ സൈഡ് വാ. ഇവിടെ ഋതപ്പനെ പെണ്ണെന്ന് ആരും തള്ളല്ലേ? ഇതുകൊണ്ടോ തള്ളി തള്ളല്ലേ? ഞാനൊന്ന് നേരെ സ്വന്തം കാറിലിരുന്നപ്പോ എന്തോ തോന്നുന്നു? അഭിമാനം തോന്നുന്നുണ്ടോ? സന്തോഷം. ചേട്ടൻ അറിയാലോ ഞാൻ ഒന്നിനോടും അങ്ങനെ എക്സൈറ്റഡ് ഉള്ള ആളല്ലെന്ന്. ഇനിയിപ്പം 20 ലക്ഷത്തിന്റെ മറ്റേ ഡയമണ്ട്സ് കിട്ടിയാലും ഞാൻ ഇങ്ങനെ ഉള്ളു. അറിയാവുന്നല്ലേ ചേട്ടൻ? ഞാൻ എല്ലാം അങ്ങനെയാണ്. മറ്റുള്ളവരെ കാണിക്കും ഒന്നൊന്നും ഞാൻ വെക്കത്തില്ല. ഞാൻ എന്റെ രീതിയിൽ എപ്പോഴും അങ്ങനെ ഒന്നും ഇല്ല ചേട്ടാ. സന്തോഷം അത്രേ ഉള്ളൂ. ഇത് പിന്നെ ഇവരുടെ തന്നെ മേടിച്ചല്ലോ, നമ്മുടെ നാട്ടിലെ ചെത്തിമറ്റം കാർസ്. അടിപൊളി, സൂപ്പർ. അവരുടെ തന്നെ മേടിച്ചതിന് ഒത്തിരി സന്തോഷം. ഇവിടെ നോക്കി പറയൂ. ഞാൻ പഠിക്കത്തില്ല. ചെത്തിമറ്റം കാർസിൽ തന്നെ എടുത്തതിന് ഒരുപാട് സന്തോഷം. ഇവിടെ തന്നെ എടുക്കാൻ. ഇവിടെ നല്ല അടിപൊളിയാന്ന് അറിഞ്ഞു. സോ അതുകൊണ്ട് ഇല്ല, എല്ലാം ഒന്നും ഇല്ല. ഞാൻ ഇന്ന് കോഴിക്കോട് പോകല്ലേ, ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. പുതിയ കാറിലാണ് അല്ല ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ വരട്ടെ. വണ്ടി ഓടിക്കാൻ അറിയാമോ? ഇപ്പഴാ ഡോറ് പൊളിച്ചോണ്ട് പോലെ. എനിക്ക് ഇനി നന്നാക്കാൻ പറ്റുന്നില്ല.
വണ്ടി എടുത്ത് ഡോറില്ല മറ്റേ അരപ്രസാര സമയം ഇന്റെ അടുത്ത് ജഗതിച്ചേട്ടൻ പോകുന്നവരാക്കരുത് എന്നെ. അതാക്കരുത് എന്റെ ദേവി. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തില് എല്ലാവരുടെയും പ്രാർത്ഥനയോടുകൂടി നമ്മുടെ രേണു ചേച്ചിയുടെ ആദ്യത്തെ വാഹനം ചെത്തിമറ്റം കാസിന്ന് ചേച്ചിക്ക് ഞാൻ കൈമാറുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനി തുടർന്ന് ഞങ്ങൾക്കും ഉണ്ടാവണം, ചേച്ചിക്ക് എപ്പോഴും ഉണ്ടായിരിക്കും എന്നറിയാം. മുന്നോട്ടുള്ള വണ്ടികളും ചേച്ചി നമ്മുടെ അടുത്ത് തന്നെ വരും എന്നുള്ള ഉറപ്പോടുകൂടി ചേച്ചിക്ക് ഐശ്വര്യപൂർവ്വം ചിച്ചിക്കുട്ടനും ചേച്ചിയും കൂടി പ്രാർത്ഥനയ്ക്ക് കൈമാറും. ഞാൻ മേടിച്ചു. ഓക്കെ, താങ്ക് യു.